വെൽക്കം ടു വിങ്സ് ലേണിംഗ് സൊല്യൂഷൻ. വിങ്സ് ലേണിംഗ് സൊല്യൂഷന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ശ്രീരാഗ് ഭക്തപ്രിയം. നമ്മൾ ഈ വീഡിയോയിലൂടെ കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം +1 എക്കണോമിക്സിലെ 5ാമത്തെ അധ്യായമായ ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ ഇൻ ഇന്ത്യ, മനുഷ്യ മൂലധന സ്വരൂപണം ഇന്ത്യയിൽ എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ പാർട്ട് 1 വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ, ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പേ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ആള് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളാണെങ്കിൽ തുടർന്നുള്ള ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരിട്ട് ചാപ്റ്ററിലേക്ക് പോകാം, നേരിട്ട് ക്ലാസ്സിലേക്ക് പോകാം. ഈ ചാപ്റ്ററിന്റെ പേര് ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ ഇൻ ഇന്ത്യ, മനുഷ്യ മൂലധന സ്വരൂപണം ഇന്ത്യയിൽ എന്നാണ് ഈ ചാപ്റ്ററിന്റെ പേര്. അപ്പൊ ഈ ചാപ്റ്ററിൽ ആദ്യം പഠിക്കാനുള്ളത് ഒന്നാണ് വാട്ട് ഈസ് ഹ്യൂമൻ ക്യാപിറ്റൽ, എന്താണ് മനുഷ്യ മൂലധനം എന്നാണ് ഈ ചാപ്റ്ററിൽ ആദ്യം പഠിക്കാനുള്ളത്. എന്താണ് മനുഷ്യ മൂലധനം? വിദ്യാഭ്യാസവും പരിശീലനവും ആരോഗ്യവും ലഭിച്ച മനുഷ്യരെ നമ്മൾ മനുഷ്യ മൂലധനം എന്ന് വിളിക്കും. വിദ്യാഭ്യാസവും പരിശീലനവും ആരോഗ്യം ലഭിച്ച മനുഷ്യരെ നമ്മൾ മനുഷ്യ മൂലധനം അഥവാ ഹ്യൂമൻ ക്യാപിറ്റൽ എന്ന് വിളിക്കും. എഡ്യൂക്കേഷനും ട്രെയിനിങ്ങും ഹെൽത്തും ലഭിച്ച മനുഷ്യരെയാണ് നമ്മൾ ഹ്യൂമൻ ക്യാപിറ്റൽ അഥവാ മനുഷ്യ മൂലധനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ സാധാരണ മനുഷ്യരും മനുഷ്യ മൂലധനവും തമ്മിലുള്ള വ്യത്യാസം എന്തെന്ന് വെച്ചാൽ, ഒരു ഹ്യൂമൻ ക്യാപിറ്റലായി മാറണമെങ്കിൽ അദ്ദേഹത്തിന് എന്തൊക്കെ ലഭിക്കണം? എഡ്യൂക്കേഷൻ, ട്രെയിനിങ്, ഹെൽത്ത് എന്നിവ ലഭിക്കണം. അപ്പോ വിദ്യാഭ്യാസവും പരിശീലനവും ആരോഗ്യം ലഭിച്ച മനുഷ്യരെയാണ് നമ്മൾ എന്ത് വിളിക്കുക? മനുഷ്യ മൂലധനം എന്ന് വിളിക്കുക. പിന്നീട് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ള ഒരു കാര്യമാണ് സോഴ്സസ് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ, മനുഷ്യ മൂലധനത്തിന്റെ ഉറവിടങ്ങൾ. സോഴ്സസ് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ. ഒരു മനുഷ്യ മൂലധനമായി മാറണമെങ്കിൽ, ഒരു ഹ്യൂമൻ ക്യാപിറ്റലായി മാറണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത് എന്നതാണ് സോഴ്സസ് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ, മനുഷ്യ മൂലധനത്തിന്റെ ഉറവിടം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഹ്യൂമൻ ക്യാപിറ്റലിന്റെ ഒന്നാമത്തെ സോഴ്സ് ആണ്, മനുഷ്യ മൂലധനത്തിന്റെ ഒന്നാമത്തെ ഉറവിടമാണ് എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം. നമുക്കറിയാം, ഒരു വ്യക്തി വിദ്യാഭ്യാസമില്ലാത്ത ഒരു വ്യക്തിയേക്കാൾ കൂടുതൽ വിദ്യാഭ്യാസമുള്ള ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിന്റെ ജീവിത ഗുണമേന്മയും ജീവിത നിലവാരവും വർദ്ധിപ്പിക്കുവാൻ സാധിക്കും. വിദ്യാഭ്യാസം ലഭിച്ച ഒരു വ്യക്തിക്ക് നല്ല വിദ്യാഭ്യാസത്തിലൂടെ നല്ല തൊഴിലും അതുവഴി അദ്ദേഹത്തിന്റെ ജീവിത ഗുണമേന്മയും ജീവിത നിലവാരവും വർദ്ധിപ്പിക്കുവാൻ സാധിക്കും. അദ്ദേഹത്തിന് വിദ്യാഭ്യാസം ലഭിച്ച ഒരു വ്യക്തിക്ക് പ്രൊഡക്റ്റീവായിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കും, നല്ല ഉൽപാദനക്ഷമതയോടെ ജോലി ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ വിദ്യാഭ്യാസം ലഭിക്കുന്നതിലൂടെ ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിന്റെ ജീവിത ഗുണനിലവാരവും ജീവിത ഗുണമേന്മയും അതുവഴി അദ്ദേഹത്തിന്റെ സാമൂഹിക പദവിയും സോഷ്യൽ സ്റ്റാറ്റസും ഉയർത്തുവാൻ സാധിക്കും. അപ്പോൾ ഒരു മനുഷ്യ മൂലധനമായി മാറണമെങ്കിൽ വേണ്ട ഒന്നാമത്തെ ഘടകം എന്താണ്? എഡ്യൂക്കേഷൻ ആണ്, വിദ്യാഭ്യാസമാണ്. ഇനി ഹ്യൂമൻ ക്യാപിറ്റലിന്റെ രണ്ടാമത്തെ ഒരു സോഴ്സ് ആണ്, മനുഷ്യ മൂലധനത്തിന്റെ രണ്ടാമത്തെ ഉറവിടമാണ് ഹെൽത്ത്, ആരോഗ്യം. നല്ല പ്രൊഡക്റ്റീവായിട്ട് നല്ല ഉൽപാദനക്ഷമതയോടുകൂടി വർക്ക് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഹെൽത്ത് വേണം, ആരോഗ്യം വേണം. ഒരു ആരോഗ്യമുള്ള വ്യക്തിക്ക് ആരോഗ്യമില്ലാത്ത വ്യക്തിയേക്കാൾ കൂടുതൽ പ്രൊഡക്റ്റീവായി ഉൽപാദനക്ഷമതയോടുകൂടി ജോലി ചെയ്യുവാൻ സാധിക്കും. അപ്പോ ഹെൽത്ത് ആണ്, ആരോഗ്യമാണ് മനുഷ്യ മൂലധനത്തിന്റെ രണ്ടാമത്തെ ഉറവിടം. 3, ഓൺ ദ ജോബ് ട്രെയിനിങ്. എന്താണ് ഓൺ ദ ജോബ് ട്രെയിനിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരു വ്യക്തിക്ക് വിദ്യാഭ്യാസം ലഭിക്കുന്നതിലൂടെ അദ്ദേഹത്തിന് ജോലി നേടുവാൻ കഴിയും. ഇങ്ങനെ വിദ്യാഭ്യാസം ലഭിച്ചതുകൊണ്ട് മാത്രം ജോലിയിൽ തിളങ്ങാൻ കഴിയണമെന്നില്ല. ഒരു ഹ്യൂമൻ ക്യാപിറ്റൽ ആയിട്ട് മനുഷ്യ മൂലധനമായിട്ട് മാറാൻ കഴിയണമെന്നില്ല. അദ്ദേഹത്തിന് എന്തുകൂടി ലഭിക്കണം? ട്രെയിനിങ്ങും കൂടി ലഭിക്കണം. അതിനാണ് ഓൺ ദ ജോബ് ട്രെയിനിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജോലിയിൽ കയറുന്ന സമയം തന്നെ ജോലിയിൽ നിന്നുകൊണ്ട് തന്നെ ട്രെയിനിങ് കൊടുക്കുന്നതിനെയാണ് നമ്മൾ ഓൺ ദ ജോബ് ട്രെയിനിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ പരിശീലനമാണ്, തൊഴിൽ പരിശീലനമാണ്, ഓൺ ദ ജോബ് ട്രെയിനിങ് ആണ് മനുഷ്യ മൂലധനത്തിന്റെ മൂന്നാമത്തെ ഉറവിടം, ഹ്യൂമൻ ക്യാപിറ്റലിന്റെ മൂന്നാമത്തെ സോഴ്സ്. 4, മൈഗ്രേഷൻ, കുടിയേറ്റം. ചില മനുഷ്യര് അവരുടെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്, കൂടുതൽ പ്രൊഡക്റ്റീവ് ആവാൻ വേണ്ടിയിട്ട് ഉപരിപഠനത്തിനും ഹയർ എഡ്യൂക്കേഷനും ഉന്നത വിദ്യാഭ്യാസത്തിനും വേണ്ടിയിട്ടൊക്കെ മൈഗ്രേറ്റ് ചെയ്യും, കുടിയേറും.
അപ്പോൾ ഈ കുടിയേറ്റ മൈഗ്രേഷൻ എന്തിനാ ചെയ്യുന്നത് എന്ന് വെച്ചാൽ അവരുടെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ മൈഗ്രേഷൻ ആണ് ഹ്യൂമൻ ക്യാപിറ്റലിന്റെ, മനുഷ്യ മൂലധനത്തിന്റെ 4ാമത്തെ ഉറവിടം. 5ാമത്തേതാണ് ഇൻഫർമേഷൻ, അറിവ്. വിദ്യാഭ്യാസത്തിനെ കുറിച്ചും എഡ്യൂക്കേഷനെ കുറിച്ചും ആരോഗ്യത്തിനെ കുറിച്ചും ഹെൽത്തിനെ കുറിച്ചും ഓൺ ദ ജോബ് ട്രെയിനിങ്, തൊഴിൽ പരിശീലനത്തെ കുറിച്ചും മൈഗ്രേഷൻ, കുടിയേറ്റത്തിനെ കുറിച്ചും അറിവ് ലഭിക്കുമ്പോഴാണ് മനുഷ്യൻ എന്തായി മാറുന്നത്? മനുഷ്യ മൂലധനമായി മാറുന്നത്. അപ്പൊ ഇൻഫർമേഷൻ ആണ് മനുഷ്യ മൂലധനത്തിന്റെ, ഹ്യൂമൻ ക്യാപിറ്റലിന്റെ 5ാമത്തെ ഉറവിടം, 5ാമത്തെ സോഴ്സ്. അപ്പൊ മനുഷ്യ മൂലധനത്തിന് 5 ഉറവിടങ്ങളാണുള്ളത്. 1 എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം. 2 ഹെൽത്ത്, ആരോഗ്യം. 3 ഓൺ ദ ജോബ് ട്രെയിനിങ്, തൊഴിൽ പരിശീലനം. 4 മൈഗ്രേഷൻ, കുടിയേറ്റം. 5 ഇൻഫർമേഷൻ, അറിവ്. ഇനി പഠിക്കാനുള്ളത്, ഈ ചാപ്റ്ററിൽ ഇനി പഠിക്കാനുള്ള മറ്റൊരു ഭാഗമാണ് ഇന്ത്യ എമർജിംഗ് ഇക്കണോമിക് സൂപ്പർ പവർ ആൻഡ് നോളജ് ഇക്കോണമി. ഇന്ത്യ വളർന്നു വരുന്ന ഒരു സാമ്പത്തിക ശക്തിയും ഒരു നോളജ് ഇക്കോണമിയും, അറിവ് വരുന്ന ഒരു സമ്പദ് വ്യവസ്ഥയുമാണ്. ഇന്ത്യ ആൻ എമർജിംഗ് ഇക്കണോമിക് സൂപ്പർ പവർ ആൻഡ് നോളജ് ഇക്കോണമി. നമുക്കറിയാം, ഇന്ന് ഈ ലോകത്തിലെ സകല രാജ്യങ്ങളും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടെ രാജ്യമായ ഇന്ത്യ. കാരണം കഴിഞ്ഞ കാലഘട്ടങ്ങളിലായി ഇന്ത്യ അത്രയും നേട്ടങ്ങളാണ് കൈവരിച്ചത്. അപ്പോ ബ്രിക്സ് എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട്. ബ്രസീല്, റഷ്യ, ഇന്ത്യ, ചൈന, ഇവരുടെ സംഘടനയാണ് ബ്രിക്സ്. ബ്രിക്സിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ബ്രിക്സ് അവതരിപ്പിച്ച ഒരു റിപ്പോർട്ടിൽ പറയുന്നുണ്ട്, 2030 ആവുമ്പോഴേക്കും ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തികളായ അമേരിക്കയ്ക്കും ചൈനയ്ക്കും പിന്നിൽ ഇന്ത്യ ഉണ്ടായിരിക്കുമെന്നാണ് ആ റിപ്പോർട്ടിൽ പറയുന്നത്. അമേരിക്കയും ചൈനയും പോലെ 2030 ആവുമ്പോഴേക്കും ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തികളിൽ ഒന്നായി മാറുമെന്നാണ് ബ്രിക്സിലെ റിപ്പോർട്ട് പറയുന്നത്. അപ്പൊ അതാണ് ഇന്ത്യ ആൻ എമർജിംഗ് ഇക്കണോമിക് സൂപ്പർ പവർ ആൻഡ് നോളജ് ഇക്കോണമി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, മനുഷ്യ മൂലധനത്തിന്റെ പ്രധാനപ്പെട്ട 2 ഉറവിടങ്ങളാണ്, 2 സോഴ്സുകളാണ്. എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം. 2 ഹെൽത്ത്, ആരോഗ്യം. ഇന്ത്യ, നമ്മുടെ രാജ്യം ഈ 2 സോഴ്സിനും വിദ്യാഭ്യാസത്തിനും ആരോഗ്യ മേഖലയ്ക്കും വേണ്ടിയിട്ട് ഒരുപാട് ചെലവഴിക്കുന്നുണ്ട്. ഇന്ത്യയിൽ വിദ്യാഭ്യാസ മേഖലയിലും ആരോഗ്യ മേഖലയിലും ഹെൽത്ത് സെക്ടറിലും എഡ്യൂക്കേഷൻ സെക്ടറിലും പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനുകളുമുണ്ട്, പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷനുകളുമുണ്ട്. സ്വകാര്യ മേഖലാ സ്ഥാപനങ്ങളുണ്ട്, പൊതുമേഖലാ സ്ഥാപനങ്ങളുമുണ്ട്. ഇന്ത്യയിൽ വിദ്യാഭ്യാസവുമായി മേഖലയുമായി ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് റെഗുലേറ്ററി ബോഡീസിന്റെ പേരാണ് ഈ ചാപ്റ്ററിൽ ഇനി പഠിക്കാനുള്ളത്. റെഗുലേറ്ററി ബോഡീസ് ഇൻ എഡ്യൂക്കേഷൻ സെക്ടർ ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് സംഘടനകളുടെ പേര്, കുറച്ച് കൗൺസിലുകളുടെ പേര് നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഈ ചാപ്റ്ററിന് 1 വേർഡിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. ആദ്യത്തെ ഒരു റെഗുലേറ്ററി ബോഡിയാണ്, എഡ്യൂക്കേഷൻ സെക്ടറിലുള്ള ഒരു റെഗുലേറ്ററി ബോഡിയാണ് NCERT. എന്താണ് NCERT കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നാഷണൽ കൗൺസിൽ ഫോർ എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ് എന്നാണ് NCERTന്റെ ഫുള്ള്. അടുത്തത് UGC, യൂണിവേഴ്സിറ്റി ഓഫ് ഗ്രാൻഡ് കമ്മീഷൻ എന്നതാണ് UGCന്റെ ഫുള്ള്. അടുത്തത് AICTE, ആൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ. അപ്പൊ ഇത് 1 വേർഡിന് ചോദിക്കുന്നത്, ഇതിന്റെ ഫുൾ ഫോം 1 വേർഡിന് ചോദിക്കും. അപ്പൊ അതങ്ങനെ പഠിച്ചു വെക്കുക. NCERT, UGC, AICTE. ഇനി പഠിക്കാനുള്ളത് ഹെൽത്ത് സെക്ടറിൽ, ആരോഗ്യ മേഖലയിലുള്ള റെഗുലേറ്ററി ബോഡീസിനെ കുറിച്ചാണ്. റെഗുലേറ്ററി ബോഡീസ് ഇൻ ഹെൽത്ത് സെക്ടർ. ഇന്ത്യയിലെ ആരോഗ്യ മേഖലയിലുള്ള കുറച്ച് കൗൺസിലുകൾ, ഒരു കൗൺസിലിന്റെ പേരാണ് നമ്മൾ പഠിക്കാനുള്ളത്. അതാണ് ICMR. നമ്മൾ ഈയിടെ നന്നായിട്ട് കേൾക്കുന്ന ഒരു പേരാണ് ICMR. മെഡിക്കൽ റിസർച്ചേഴ്സിന്റെ ഒരു അസോസിയേഷൻ ആണ്, ഒരു കൗൺസിലാണ് ICMR. എന്താണ് ICMR എന്ന് പറഞ്ഞാൽ? ഇന്ത്യൻ കൗൺസിൽ ഫോർ മെഡിക്കൽ റിസർച്ച്. ICMR, ഇന്ത്യൻ കൗൺസിൽ ഫോർ മെഡിക്കൽ റിസർച്ച് എന്നാണ് ICMRന്റെ ഫുള്ള്. അപ്പോൾ ഇന്ത്യ
ഈ ഒരു വിദ്യാഭ്യാസ മേഖലയ്ക്ക് വേണ്ടിയിട്ടും ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് ചെലവുകൾ, ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഇന്ത്യയിലെ വിദ്യാഭ്യാസ കമ്മീഷനായ, എഡ്യൂക്കേഷൻ കമ്മീഷനായ കോത്താരി കമ്മീഷൻ പറയുന്നത് നമ്മുടെ ദേശീയ വരുമാനത്തിന്റെ, നമ്മുടെ GDP-യുടെ 6% എങ്കിലും 6% വിദ്യാഭ്യാസ മേഖലയ്ക്ക് വേണ്ടി മാറ്റിവെക്കണം എന്നതാണ്. അതിലൂടെ എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മുടെ രാജ്യം വിദ്യാഭ്യാസ മേഖലയ്ക്ക് വേണ്ടിയിട്ട് അത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എന്നതാണ് അത് ഉദ്ദേശിക്കുന്നത്. അപ്പോ അതാണ് ഈ ചാപ്റ്ററിൽ പ്രധാനമായും പഠിക്കാനുള്ളത്. ഇതൊരു ചെറിയൊരു ചാപ്റ്ററാണ്. ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ ഇൻ ഇന്ത്യ, മനുഷ്യ മൂലധന സ്വരൂപണം ഇന്ത്യയിൽ എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഇത്രയും പഠിക്കാനുള്ളൂ. ഇതൊരു ചെറിയ ചാപ്റ്ററാണ്. 3-4 മാർക്കിനാണ് പരീക്ഷയ്ക്ക് ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് ക്വസ്റ്റ്യനുകൾ ഉണ്ടാവാറുള്ളത്. 3 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഈ ഭാഗത്ത് നിന്ന് വരുന്നത് സോഴ്സസ് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ ആണ്, മനുഷ്യ മൂലധനത്തിന്റെ സ്വരൂപണമാണ്. അത് നമ്മൾ പഠിച്ചു. 1 എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം, 2 ഹെൽത്ത്, ആരോഗ്യം, 3 ഓൺ ദ ജോബ് ട്രെയിനിങ്, തൊഴിൽ പരിശീലനം, 4 മൈഗ്രേഷൻ, കുടിയേറ്റം, 5 ഇൻഫോർമേഷൻ, അറിവ്. പിന്നീട് ഈ ചാപ്റ്ററിൽ 1 വേർഡിൽ ചോദിക്കാൻ സാധ്യതയുള്ളതാണ് NCERT-യുടെയും UGC-യുടെയും AICTE-യുടെയും ICMR-ന്റെയും ഫുള്ള്. എന്താണ് NCERT എന്ന് പറഞ്ഞാൽ? നാഷണൽ കൗൺസിൽ ഫോർ എഡ്യൂക്കേഷൻ റിസർച്ച് ആൻഡ് ട്രെയിനിങ്. UGC എന്ന് പറയുന്നത് എന്താണ്? യൂണിവേഴ്സിറ്റി ഓഫ് ഗ്രാൻഡ് കമ്മീഷൻ. AICTE എന്ന് പറയുന്നത് എന്താണ്? ആൾ ഇന്ത്യൻ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ. ഇതൊക്കെ എന്താണ്? വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട കൗൺസിലുകളാണ്, ബോഡീസ് ആണ്, റെഗുലേറ്ററി ബോഡീസ് ആണ്. ഇനി ഹെൽത്ത് സെക്ടറുമായി നമ്മൾ പ്രധാനമായും പഠിച്ചു വെക്കേണ്ട ഒരു കൗൺസിലാണ് ICMR, ഇന്ത്യൻ കൗൺസിൽ ഫോർ മെഡിക്കൽ റിസർച്ച് എന്നാണ് ICMR-ന്റെ ഫുള്ള്. അപ്പോ ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. നിങ്ങൾക്ക് ഇത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായി പിന്നീട് കാണാം.